ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഗാങ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ആ ഗ്യാങ്ങിലുള്ളവരാണോ? അതെ, അതിനകത്ത് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട അബുസലിമിക്കയാണ്. ആൻഡ് ഗാങ്സ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് പേരാണ്. സുകുമാരക്കുറുപ്പിന്റെ കയ്യാളികളാണോ നിങ്ങൾ? വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഫൺസ് അറ്റ് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഒരു കോഫി ഷോപ്പിന്റെ അകത്ത് നടക്കുന്ന ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണോ? അതെ, ഒരു കോഫി ഷോപ്പിനകത്ത് കുറച്ച് അവരുടെ ഡേ ടു ഡേ ലൈഫ് പോകുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് സംഭവിക്കും. ആ ഇൻസിഡന്റ് അവർ കവറപ്പ് ചെയ്യാനും അതിൽ നിന്ന് കുറെ ഗുണങ്ങളും ഈ ഗാങ്സിന് ഉണ്ടാകും. അത് ഡിസ്കസ് ചെയ്യുന്ന അത് എല്ലാ രീതിയിലും ആക്ഷൻ, ഒരു റൊമാൻസ്, ഹ്യൂമർ, അങ്ങനെ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു മിക്സിംഗ്. പക്ഷെ അതിനകത്ത് അബൂക്കയുടെ ഒരു പോസ്റ്റ് ഇറങ്ങിയാണ്, റാംബോ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗണ്ണൊക്കെ പിടിച്ചിരുന്നാലും. അപ്പൊ ഞാൻ ഓർത്ത് ഇത് അത്യാവശ്യം മറ്റേ ഇടി അങ്ങനെ മാസമുണ്ട്. പക്ഷേ ഏറ്റവും പ്രോമിസിങ് എന്ന് പറയുന്നത് വെച്ചാല് നമുക്ക് നമ്മള് കണ്ടു വളർന്ന് മറ്റേ അബുസലിമിക്കയുടെ പടങ്ങളെ കണ്ട് വളർന്ന ടീംസുകളാണല്ലോ നമ്മള്. പക്ഷെ അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അബുസലിമിക്കയുടെ ഒരു ഓപ്പോസിറ്റ് വേറൊരു ടൈപ്പ് ഷെയ്ഡാണ്. ഫുൾ ഓഫ് ഫൺ മൂവ്മെന്റ് ആയിരിക്കും. ഫണ്ണുകൊണ്ട് എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു പറഞ്ഞാണ് ഇതിന്റെ. ഈ കോഫി മീൻസ് നമ്മൾ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴും എല്ലാത്തിലും പോസ്റ്റേഴ്സിൽ മെൻഷൻ ചെയ്ത ഒരു കോഫി കപ്പ് അല്ലെങ്കിൽ ഒരു എല്ലാ പോസ്റ്റും ബാക്കിൽ ഒരു കഫേ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിന്റെ അകത്ത് ഇറക്കാൻ തന്നെ ഒരു കോഫി ഷോപ്പിനെ ചുറ്റിപ്പറ്റി റിലേഷൻ എന്ന് വെച്ചാൽ അബുസലിമിക്ക ഒരു കോഫി ഷോപ്പ് ഓണറാണ്. അപ്പൊ നമ്മൾ സിനിമയിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. സോ പിന്നെ നമ്മൾ എങ്ങനെ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് ഫസ്റ്റ് ഫിലിം ത്രൂ ഒരു ലീഡ് ക്യാരക്ടറിലേക്ക് വരുന്ന ഒരു ഫസ്റ്റ് ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ടെൻഷനും നെർവസ്നെസ്സും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ ആയതുകൊണ്ട് എല്ലാം വിട്ടുപോയി. എല്ലാം വിട്ടു. അത് ഫസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് മൂവ്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഫാമിലി പോലെയൊക്കെ നമ്മള് സെറ്റിന് ഈ ആക്ഷന് പുറത്ത് കാണിക്കുന്ന ആക്ഷൻ കട്ടിന് പുറത്ത് കാണിക്കുന്ന ഫണ്ട് തന്നെയായി അതിനകത്തും. ഞാൻ ചെയ്തത് പക്ഷെ ഇവര് കൂടെ ഉള്ളാനും അത് മൊത്തം പോയി. അല്ല, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാം. എങ്ങനെയാണോ സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു? സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു ബ്രോ. മീനിങ് ഒരു 20-25 ഡേയ്സ് ഷൂട്ട് ഫുൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബ്ലിങ്കിലാണ് ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു പോയത് അല്ലേ. നമ്മള് ലൈക്ക് ഇപ്പം ഓരോ സീക്വൻസുകളും നമുക്ക് നമ്മളെ ഏജിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനുകളാണ്. മീനിങ് ഇപ്പം റൊമാൻസ്, അത് ഭാഗ്യം കാരണം എനിക്കില്ലായിരുന്നു, അത് ഇവനായിട്ട് സോ എല്ലാ സിറ്റുവേഷനും നമുക്ക് ഓക്കെ ലൈക്ക് ഇറ്റ് മേക്ക് സെൻസ്. അപ്പം വളരെ ടഫായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കും ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റർ കാണുമ്പോൾ അറിയാം ഫുള്ളൊരു ഓട്ടം ചാട്ടം. സോ നമ്മൾ പണ്ട് ടി വിയിൽ കണ്ടിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ പേടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്? കാണുമ്പോൾ ഒരു പേടിയുണ്ട്. പക്ഷെ ഒരു അബുസലിമിക്കാണെങ്കിൽ ഒരു 2-3 ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെക്കാട്ടിലും കുട്ടിയായി. ഈ ഒരു അർണോൾഡിന്റെ ബോഡി നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളല്ല പുള്ളി. എല്ലാ ഈ ഫിലിമിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും ടിൻടോം ചേട്ടനാണെങ്കിലും ഏകദേശം ഇച്ചിരി സീക്വൻസേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ അത് നല്ല കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ക്യാരക്ടറാണ് ശ്രീജിത്ത് രവി ചേട്ടന്റെ ക്യാരക്ടർ. അതൊക്കെ എന്ന് വെച്ചാല് നമ്മള് ചിരിച്ച് നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് നമുക്ക് ചിരി വരും. പക്ഷെ നമ്മള് സീരിയസ് ആയിട്ട് അവരോട് അഭിനയിക്കേണ്ടതാണ്. പക്ഷെ ശ്രീജിത്തേട്ട കൈവിട്ട അഭിനയം അവിടെ അഭിനയിച്ച് തകർത്ത് കളഞ്ഞു ഓരോ സീക്വൻസ്. അത് ഫിലിം വരുമ്പോൾ മനസ്സിലാവും. നമ്മളൊക്കെ നമുക്കിങ്ങനെ ചിരിയൊക്കെ അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. പിന്നെ സുജിത് ശങ്കർ ബ്രദർ, ഇപ്പം ആചരണൊക്കെ അവരൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവരൊക്കെ ഇഷ്ടംപോലെ ഫിലിംസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ അവര് ഇനിയ മാം, പിന്നെ സിനോ ചേട്ടൻ പിന്നെ നമ്മളെ ഗ്യാങ്ങിലായിരുന്നു. സിനോ ചേട്ടൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ചേർന്ന് പുള്ളിക്കാരന്റെ കഴിവുകളൊക്കെ കുറഞ്ഞു തുടങ്ങി ഓരോ ദിവസം ഷൂട്ടിംഗ് ടൈമിന് ഓർമ്മയില്ല, നമ്മള് ബിഗിനിങ് ഷൂട്ടിംഗ് ടൈമിന് നമ്മൾ ഓരോ ആൾക്കാരും മിസ്സിങ് ആയി. പിന്നെ നമ്മള് വഴക്കുകളൊക്കെ കേട്ട് പിന്നെ നമ്മള് എല്ലാം ഷൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അപ്പൊ ഞാൻ ഇവൻ വൈഷ്ണവ് നമ്മൾ 3 പേരും ഒരു ബണ്ടിലായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കും ഷൂട്ടില്ലെങ്കിൽ തന്നെ.
പിന്നെ 5-6 ദിവസം കഴിഞ്ഞ് സിനോ ചേട്ടൻ മിസ്സിങ് ആവാൻ തുടങ്ങി. എവിടെ കരിക്ക് കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കോർണർ പോയി ഷോട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ഫുള്ള് കാണത്തില്ല. ചീത്ത കേട്ടായിരുന്നു ഇഷ്ടംപോലെ. ഒരു ഫിലിം എന്ന് ചോദിച്ചാൽ ചിലവര് ഓപ്പൺ ആയിട്ട് പറയൂല. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളെ ചെറുതാക്കാനുള്ള ഒരു അഡ്വൈസ് അങ്ങനെയല്ലല്ലോ. വെച്ചാൽ ഫോർ ദി ഗ്രൂപ്പ്സ് ബെറ്റർമെന്റ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ അഡ്വൈസ് ഇപ്പോൾ ശിവയങ്കളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അഡ്വൈസും ഡയലോഗ് ഡെലിവറിയും എല്ലാം ഷോട്ടിന് മുന്നേ പറയും. മുന്നേ ബ്രോ മെയിൻ ആക്ടിങ് അല്ലാതെ ഞാൻ ഡാൻസറാണ്. സോ ഞാൻ അമ്പത TV സൂപ്പർ ഡാൻസർ ജൂനിയർ 3 റണ്ണറപ്പ് ആയിരുന്നു റൈറ്റ് ആഫ്റ്റർ റംസാൻ സീസൺ. എന്നിട്ട് ഫസ്റ്റ് ഫിലിം എന്ന് വെച്ചാൽ കില്ലാടി രാമനായിരുന്നു, തുളസിദാസ് അങ്കിള ഡയറക്ഷനിൽ. സെക്കൻഡ് ഫിലിം സാമ്രാജ്യം 2 ആയിരുന്നു. അതിൻ്റെ അകത്ത് 1-3 ചണ്ട കുട്ടിക്കാല എല്ലാരും അവിടെ ഇരിക്കണ്ടായിരുന്നു. ഇല്ല സീരിയസ്ലി ഉണ്ട്. ഒരു കണ്ണടച്ചിട്ട് നോക്കുമ്പോ. പിന്നെ ബ്രോ തേർഡ് ഫിലിം എന്ന് പറയാനായിട്ട് ഷിബിയങ്കള 3 ഫിലിംസ്. ഇത് ഷിബിയങ്കള 5th ഫിലിമാണ്. ഷിബിയങ്കള 3 പടത്തിലും ഉണ്ടായിരുന്നു. 3 റെസ്റ്ററുകൾ, പിന്നെ കാക്കിപ്പട ശരത്തപ്പാനി ചേട്ടൻ്റെ പടമായിരുന്നു. പിന്നെ ഇത് 3ാമത്തെ. പിന്നെ തമിഴ് റജീന സുനൈന പ്രോ ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഞാൻ ദിനാൻ സാറിന്റെ മകന്റെ ക്യാരക്ടറായിരുന്നു. ഒരാളുടെ ഒരു കുത്തു സോങ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു സോങ്. ഇതിന്റെ ഇന്റർവ്യൂ എടുത്ത് പോയത് പടം കാണണം. അതിൻ്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്ന് നിന്റെ മൊയ്തീൻ ഡയറക്ടർ RS വിമലങ്ങളെ സെക്കൻഡ് ഫിലിം ഇപ്പൊ ഈ ഇടയ്ക്ക് റിലീസായ ശശിയും ഷോംപിള ഷൈൻ സിദ്ദിഖേട്ടന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഇത് ഇപ്പം റിലീസ് ആവില്ല. ലിയോല് അത് കണ്ണടച്ചാ പോകുന്നത്. അത് 100% കണ്ണടച്ചാല സീൻ കഴിഞ്ഞു. അതായത് 45 days ഷൂട്ട് കാശ്മീരിലുണ്ടായിരുന്നു. അത് ഞാൻ SRM യൂണിവേഴ്സിറ്റിയിലാണ് ബ്രോ എൻ്റെ വിഷ്വൽ മീഡിയ സ്റ്റഡീസ് ചെയ്തത്, രാമപുരം ക്യാമ്പസിൽ. ആൻഡ് സ്കൂൾ ഫുൾ ദുബൈയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ലോകേഷ് സാറിൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് ഒരു 5 AD ആൾക്കാരാണ്. സോ അതിൻ്റെ അകത്തുള്ള ഒരു ചന്ദ്രു എന്ന് പറഞ്ഞ ബ്രദർ നമ്മുടെ കോളേജിൽ വന്നായിരുന്നു. അപ്പം അങ്ങനെ സെലക്റ്റായി പോയതാണ്. പോയി പിന്നെ മാത്യൂസിൻ്റെ കൂടെ ആയിരുന്നു സീക്വൻസുകൾ. ഒരു സ്പോർട്സ് ഡേ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സോങ്ങിൽ പക്ഷെ കട്ടായി പോയി. അത് ആക്ച്വൽ സീക്വൻസുകളായിരുന്നു. അങ്ങനെ ഔട്ട്പുട്ട് വന്നപ്പോൾ കുറേ സീക്വൻസുകൾ കട്ടായി മിസ്സായി. സോ പക്ഷെ ബ്രോ അതല്ലല്ലോ കാര്യം. മെയിൻ എക്സ്പീരിയൻസ് മീനിങ് 4 days അവര് സെറ്റിലുണ്ടായിരുന്നു. വിജയ് സാറിനെ കണ്ടു, തൃഷ മാമിനെ കണ്ടു. അങ്ങനെ അവരോട് മീനിങ് സാർ മാമിനോടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. സാറിനോട് ഒരു ഹായ് ഹലോ അങ്ങനെ. സാറിൻ്റെ അടുത്ത് അത് ലോക തമാശയാണ്. സാറ് വന്നു. അങ്ങനെ മാത്യൂസ് ആ ടൈമിൽ ഷോട്ടിന് റെഡി ആയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ സൈഡിൽ നിൽക്കുക. അപ്പം പെട്ടെന്ന് സാറ് വന്നിട്ട് പറഞ്ഞ് ഏതെങ്കിലും സെയിം യൂണിഫോമുള്ള പയ്യനെ പിടിച്ചെടുത്തിട്ട് ഒരു സീക്വൻസ് ഒന്ന് ട്രയൽ ഇവർക്ക് ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാനായിട്ട്. ബിക്കോസ് അവിടെ എന്ന് വെച്ചിട്ട് 5 മീനിങ് 2-3 ഷോട്ട് പോവില്ല. അവിടെ ഓൾറെഡി 4-5 ക്യാമറ സറൗണ്ടിങ് വെച്ചിട്ട് ഒറ്റ സീക്വൻസിൽ അവർ തീർന്നു, മനസ്സിലായി. അപ്പോൾ അവർക്ക് ട്രയൽ എടുക്കാനായിട്ട് എന്നെ പിടിച്ച് ഇവരെ സെൻറ്ററിൽ കൊണ്ട് നിർത്തി. അങ്ങനെ വിജയ് സാർ എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്, മാം റൈറ്റ് സൈഡിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ സോങ് സീക്വൻസിൽ ആണ് മാത്യൂസിൻ്റെ കൂടെ വന്നത്. ഇവർ എല്ലാവരും കൂടെ വണ്ടി കയറുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ സീനിലാണ് സോങ്ങിൻ്റെ അകത്ത് ഇവർ താറിൻ്റെ അകത്ത് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഇപ്പം സാറിനെ അറിയാം, സാറിന് ഹാർഡ് കോർ ഫാൻസ് ഉണ്ട്, സാറിന് ഇതും അറിയാം ഞാൻ സാറിന് നല്ലൊരു ഫാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സ്പേസ് ഇൻവൈഡ് ചെയ്യാൻ പോകും. ബിക്കോസ് അവർ ഓൾറെഡി ഒരു സീക്വൻസ് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പം സാറിന് ചിലപ്പോൾ ഒരു ഈഗോ അടിച്ച ആയിരിക്കും, ഇവ എന്താ എന്നെ നോക്കുന്നത് പോലും ഇല്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുക. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് സാറിന് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ സൂര്യ. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു എവിടെ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ കേരള. തമ്പി നീ കേരളം എന്തോന്ന് ഇന്ത സീക്വൻസ് അഭിനയിക്കുന്നത് എന്തിനാണ് വന്നതെന്ന് ഒറ്റ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു സാർ ഇത് സാറോടെ പടം, ഇത്രേ പറഞ്ഞോളൂ. പറഞ്ഞു ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ് ഒരു ഷേക്കിൽ നിന്നും ആണ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടോക്ക്.
പിന്നെ ബ്രോ അവിടെ ഒരു 4-5 days ഉണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഗാങ്സ് ഓഫ് സുകുമാരൻ്റെ കുറിപ്പ് ഷൂട്ട് സ്റ്റാർട്ടായത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പൊങ്കാല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റർ ഇപ്പോൾ റിലീസായി. ശ്രീനാബാസി ചേട്ടനാണ് മെയിൻ ലീഡ്, ബില്ലിൽ ചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. സോ അതിൻ്റെ പൂജ ഇപ്പോൾ ഈ മാസം 12th അതും ഒരു നെക്സ്റ്റ് ലെവൽ ഫിലിം ആയിരിക്കും. ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ ഞാൻ ഓർത്തത് കുറിപ്പിന്റെ വേറൊരു സംഭവം വരുന്നതാണ്. ഫസ്റ്റ് പോസ്റ്ററിൽ ബിക്യുവിന്റെ കുറിപ്പിന്റെ പോസ്റ്റർ വെച്ച് അതിന്റെ ഇടയിലായിരുന്നു സുകുമാരക്കുറിപ്പ്, ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്നാണ്. അപ്പൊ ഞാൻ ഓർത്ത് ആ ലെവലിലേക്ക് പോകുന്ന ഇനി അതിന്റെ വേറൊരു പാർട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ചുറ്റിപ്പറ്റുള്ള സിനിമ ആയിരിക്കാം. അങ്ങനെ ആവാം കേട്ടോ. സീരിയസ് ആയിട്ട് നമ്മള് തമാശ പറഞ്ഞല്ല. അച്ഛൻ എന്തെങ്കിലും ഉപദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫീൽഡിലേക്ക് വന്നപ്പോ? അച്ഛൻ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കളയണ്ട, പോയി ട്രൈ ചെയ്ത് നോക്കൂ, അത്ര അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയാൻ പറഞ്ഞു. ഈ ഫീൽഡിലേക്ക് ഇറങ്ങിന്റെ പേര് കളയില്ല. അത് എനിക്ക് പറഞ്ഞല്ലോ മറ്റേ വില കളയല്ലോ എന്നുള്ള ഇതുണ്ടല്ലോ. ചേട്ടൻ ഓൾറെഡി ഡയറക്ഷൻ, ജഗൻ ചേട്ടന്റെ പടം ലൈക്ക് സിജു വിൽസൺ ചേട്ടനെ വെച്ചിട്ട് ഇപ്പൊ ഒരു ഫിലിം ഞാൻ പൂജയ്ക്കൊക്കെ പോയി. ഇപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞു. എന്റെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചാൻസ് ചോദിക്കുന്നതിന് മുന്നേ എന്റെ പടം പാക്കപ്പ് ആയി. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, അതിന് മുന്നേ അത് പാക്കപ്പ്. അല്ല നേരത്തെ അല്ല, ഇപ്പൊ ഇതിന് വന്നതിന് ശേഷം നമ്മള് ആഫ്റ്റർ സെക്കൻഡ് ഡേ തന്നെ നമ്മള് കൊറേ ജനറേഷൻ ആയിട്ട് ഫ്രണ്ട്സ് ആയ പോലെ. ഇപ്പോ എല്ലാരും ഇപ്പൊ കംബാക്ക് വന്നൊരു സംഭവമാണ്. ശോഭന മാം എല്ലാരും വന്നു. ഇവര് അമ്മ തിരിച്ചൊരു സിനിമയിലേക്ക് വരവുണ്ടാവോ? അറിയില്ല, അമ്മയോട് ചോദിക്കേണ്ടി. അല്ല, അമ്മ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, അമ്മ ഇപ്പം മറ്റേ ഷോ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ തിരക്കായിട്ട് പോകുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അമ്മ ചെയ്യാതിരിക്കും, എനിക്കത് അമ്മയുടെ ഇഷ്ടമല്ല. ഇപ്പൊ 3 പേരല്ലേ നിങ്ങൾ? മൂന്നാമത്തെ നറുക്കത്തെ ആളൊന്നിനും പഠിച്ചോണ്ടിരിക്കാൻ ആളും സിനിമ ഫീൽഡിലേക്ക് തന്നെ വരാനാണോ? അല്ലല്ല, പുള്ളി വേറെ ഒരു സംഭവത്തിൽ വേറൊരു ഫീൽഡ്. പുള്ളിക്കാരെങ്കിലും രക്ഷപ്പെടുത്തി. എന്തിനാന്നല്ലേ സുകുമാരക്കുറിപ്പ്. സുകുമാരക്കുറിപ്പിൽ ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ വാഴ സിനിമകളിലാണ് മീൻസ് ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇപ്പൊ മലയാള സിനിമയിൽ കുറെ സിനിമകൾ വരുന്നുണ്ട്. അത് ആ ഒരു ബേസിൽ തന്നെ പോകുന്ന ഒരു പടമായിട്ട് മാറും. ചോദിച്ചാൽ വാഴയെന്ന് ചോദിച്ചാല് ഞാൻ ഫിലിം കണ്ടായിരുന്നു. സോ അത് നമ്മുടെ ന്യൂ ജനറേഷൻ അവർക്ക് മീനിങ് അവരെ ഒരു സ്റ്റോറി ബേസ് ആണ്. പക്ഷെ ഇതെന്ന് ചോദിച്ചാല് അല്ല അങ്ങനെയല്ല, ബിക്കോസ് ലൈക്ക് നമ്മളെന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ത്രില്ലർ മീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ മീനിങ് നടക്കണമെന്നും ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മുടെ ഫിലിമിലുണ്ട്. വാഴയിലെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും നടക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും അല്ല, ഇതെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ സിനിമാറ്റിക് ലിബർട്ടി ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സോ നമുക്ക് ചിലപ്പം റിയൽ ലൈഫിൽ ബ്രോ അത് കടന്നു പോകാൻ സാധ്യതയില്ല ഇതിൻ്റെ അതിനാണ്. ഫുള്ളി സിനിമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഫുള്ളി അല്ല, പാർഷ്യലി അവിടെ ഇവിടെ വന്നു പോകുന്നത്. ഇത് ഓണം റിലീസാണ്. ഓണം September 13th റിലീസാണ്. ഫസ്റ്റ് പടം ഇത്രപാട്ട് വരുന്നൊരു പടം തന്നെ ഓണം റിലീസായിട്ട് വരാറില്ലേ? നമ്മളെ ടീം വി ആർ ലൈക്ക് സൂപ്പർ ലക്കി ബിക്കോസ് ഓണത്തിന് ഒരു സ്പേസ് ബാക്കിയുള്ള ഫിലിംസിന്റെ കൂടെ ഇറങ്ങാനെന്ന് വെച്ചാൽ വി ആർ സൂപ്പർ ലക്കി. വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ചെറിയ സിനിമയും കൂടെ റിലീസാവാം. ചെറിയ സിനിമ എന്നൊന്നും ഇല്ല, എല്ലാം വലിയ സിനിമകൾ തന്നെയല്ലേ. ഇനിയ മാമിനോടുള്ളത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും? മാമിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാം, ശ്രീജിത്ത് രവീൻ ചേട്ടൻ, ടിനി ടോം ചേട്ടൻ, സുജിത് ശങ്കർ ചേട്ടൻ, അബൂക്ക, ഇവരൊക്കെ എന്ന് വെച്ചാൽ അബൂക്ക പിന്നെ ഫുൾ എന്തുണ്ടല്ലോ, ഇവരൊക്കെ 3 days 5 days ഉള്ളൂ. പക്ഷെ ഇവരെ ഇവരെ എക്സ്പീരിയൻസും കാര്യങ്ങളും പ്രൊഫഷണലിസം കാരണം അവർക്ക് 1-2 days തന്നെ അവര് ഫിനിഷ് ചെയ്തു. ഈ ഡയറക്ടർ എങ്ങനെയാണ് എത്തിയത്? അതെ, ഞാൻ താക്കോൽ എന്ന് പറഞ്ഞൊരു മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രൊഡക്ഷൻ കൺട്രോളും മുരുകനങ്ങൾ ഇപ്പം പുള്ളിയാണ്. ഇതിലും പ്രൊഡക്ഷൻ കൺട്രോളും മുരുകനങ്ങളായിരുന്നു. പുള്ളിയാണ് ശബിശാമൃത്ത് തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒരു ബ്രേക്കിൽ ഞാൻ വന്നപ്പോൾ പുള്ളിയായിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ വൈബ് സെറ്റ് ആയി. പുള്ളി പറഞ്ഞ ചെറിയൊരു കണ്ടന്റുള്ള സിനിമയുണ്ട്, ഒരു പെട്ടെന്ന് ഷൂട്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അടുത്ത ബ്രേക്കിന് വരുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത സിനിമ. അപ്പോൾ 13-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്താനല്ലേ? അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഫിലിം വന്ന് കാണണം. ബ്രോ ഫിലിം കാണണം. ബ്രോ
എല്ലാരും ഫിലിം കാണണം ബ്രോ. ആൻഡ് ഇറ്റ് ഈസ് എൻറ്റയർലി നോട്ട് ലൈക്ക് എ മാസ് ഫിൽഡ്. മാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട്. ഋഷൻ ബ്രോ പറഞ്ഞ പോലെ റൊമാൻസ് ഉണ്ട്, മാസ് ഉണ്ട്, അല്ലെങ്കിൽ ത്രില്ലർ ഉണ്ട്, കോമഡി ഉണ്ട്. അതെല്ലാം ഒരു ഫൺ. ബ്രോയിന്റെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്ക് ഇന്റർവ്യൂ പിന്നീടായിരുന്നു വന്നത്. ഞാൻ വേഗം പോരായിരുന്നു. അതാ ഉള്ളത് പറയണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല ടീച്ചർ ബ്രോയിന് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലാവും. അതിന്റെ ഒരു ഐഡിയ കിട്ടും. എല്ലാവരും ഹ്യൂമർ രീതിയിൽ പറഞ്ഞു പറഞ്ഞോളാം. മീനിങ് ഒരു ഗേൾ ഫ്രണ്ട് എങ്ങനെ പറയാം, ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും സെറ്റ് ആവണമെങ്കിൽ തന്നെ ഗേൾ ഫ്രണ്ടിന്റെ ഫാദർ ക്വിസാണ് നടത്തുന്നത്. 5 ചോദ്യത്തിന് നീ 2 ഉത്തരം തന്നാലും ഓക്കെ, നീ കുഴപ്പമില്ല, എനിക്ക് കെട്ടിച്ചേരാം. അങ്ങനത്തെ ഒരു രീതിയാണ്. വല്ലാത്ത ഉദാഹരണം. അതെ ബ്രോ, ഇത് പടത്തിലുള്ള സിറ്റുവേഷൻ ആണ്. അതാണ് ടീച്ചറിൽ വരുന്നത്. അപ്പൊ അതിന് ചോദ്യം ചോദിച്ചപ്പം പയ്യന് ഉത്തരവില്ല. പയ്യൻ മറ്റേ ഇതിലുള്ള രോമാഞ്ചത്തിലുള്ള നത്ത് ആയിരുന്നു ചെയ്തത്. അപ്പം പയ്യന് ഉത്തരം അറിഞ്ഞൂടെ, അബൂക്കിയാണ് പിന്നെ ഉത്തരം പറയുന്നത്. ആ ഉത്തരം ഞാൻ പറയുന്നില്ല ബ്രോ, ടീച്ചറാണ്. ഉള്ളത് പറയണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. 11 സിനിമ റിലീസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാനും കാണുന്നതായിരിക്കും. താങ്ക് യു ബ്രോ.